ടോവിനോ എന്ന് പറയുന്ന സ്റ്റാർ ഈ സിനിമയ്ക്ക് ഒരു ബാധ്യതയായിരിക്കും. കാര്യം ഇത് ഒരു അമ്മയുടെയും മകന്റെയും അവരുടെ ട്രാവലും അങ്ങനത്തെ ഒരു കഥയാണ്. സിനിമ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് കൂടെ പോയി നിർമ്പോ ഒന്നുകൂടെ ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാ ചെയ്തത്. പറയാൻ നല്ല രസമോ വീട്ടുകാരൊക്കെ ചേട്ടാ നിന്റെ പരിപാടി ക്യാൻസൽ വെള്ളക്കാരൊക്കെ കരഞ്ഞു. ഞാൻ മഞ്ഞുമൽ ബോയ്സ് റഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ വന്ന് എന്നോട് അവർ കരഞ്ഞോണ്ടിരിക്കുക. അപ്പം അവർ കിടന്ന് മഞ്ഞുമൽ ബോയ്സിന് ഇമോഷനെ കാണും. അവർ കിടന്ന് വെച്ചാൽ അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അവർ ഒരു ദിവസം 1000-ഓളം ആൾക്കാർ മരിച്ചു വീഴുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഇത്ര ആൾക്കാർ 10 പേര് വന്ന് ചിലപ്പം ദാറ്റ് റിയലി കോൺസെപ്റ്റ്. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കിടിലം പെർഫോമൻസ് ആണ്. ഇതിപ്പം ഞാൻ കുറെ റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഞാനപ്പോൾ അതിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവൻ വരുന്നു, ഇവൻ അത് കേൾക്കുന്നു, നമ്മൾ റിഹേഴ്സൽ എടുക്കുന്നു. ഇവൻ ആദ്യത്തെ റിഹേഴ്സലിൽ തന്നെ ഗംഭീരം. എനിക്ക് ടെൻഷനായി. കാരണം ഞാൻ ഒന്നെടുത്ത് ഇവിടെ വന്ന് തെറ്റിക്കുമ്പോഴത്തേക്കും ഇവനിങ്ങനെ അപ്പൊ അവന് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ എല്ലാരും എടുത്തുണ്ട് ഉറക്കം വരുന്നുണ്ട്, പെട്ടെന്ന് എടുക്കണേ. അപ്പൊ ഞാനിത് മൊത്തം ശരിയാക്കണം. വളരെ കുഞ്ഞില് തൊട്ട് എനിക്ക് കണ്ടോ ജെയിംസ് ബോണ്ട് ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. ബേസിക്കലി സീൻ എന്തെങ്കിലും കിസ്സോ പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്കും എന്റെ അടുത്ത് കണ്ണു പറയും. ടൈറ്റാനിക് കണ്ടവനൊക്കെ ക്ലാസ്സില് സ്റ്റാർ ആണ്. പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റും. എന്റെ വീടിന്റെ ഫ്ലാറ്റില് താഴത്തെ ആന്റികളിലാണ് VCR. അപ്പൊ ആന്റി തോർത്തും പിടിച്ചിരിക്കുന്നത് സീൻ വന്ന് അപ്പം ഓർമ്മ അടിപൊളിയാണ്. ഇപ്പോഴും നാടകത്തിലുണ്ടോ അതെന്നും മാത്സിന് മിടുക്കനായിരുന്നൊരു പയ്യനുണ്ട്. അത് നന്നായിട്ട് അഭിനയിക്കും കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനെന്നും മെയിൻ. നമുക്ക് എന്തെങ്കിലും പടയാളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ, കാരണം ഇത് എടുത്തു വെക്കണം, ബാക്കിലെ കാര്യങ്ങൾ പെട്ടെന്ന് വന്ന് പോകണം. ഡയറക്ടർ ആവാനായിട്ട് ഷേർലി മുസ്താഫ് എന്റെ ഡ്രാമാറ്റിക്സ് ടീച്ചർ, രമ മുസ്താഫ് ടീച്ചർ ഫ്രണ്ടിലേക്ക് വരാൻ സഹായിച്ചിട്ടില്ലെങ്കിലും പിന്നിലേക്ക് തള്ളി സഹായിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡയറക്ഷൻ കാര്യമായിട്ടുള്ള ഞാൻ ആലോചിക്കും ആ അഭിനയിച്ച തെണ്ടിന്ന് കാണുന്നുണ്ടാവും. ലാലേട്ടന്റെ കൂടെയാണ് അടുത്ത പടം എന്നുള്ള ഒരു റീല് ഞാൻ കണ്ടു. അത് അങ്ങനെ അതൊന്നും കൺഫേം ഒന്നും അല്ല. അതിങ്ങനെ പക്ഷെ ഉണ്ട്. ബാലചാബല്യങ്ങൾ ഇപ്പോഴുള്ള 3 ബാലന്മാരാണ് നമ്മുടെ ഇവിടെ ഇപ്പൊ ക്ലബ് എഫ് എമ്മിൽ. ലെറ്റ്സ് വെൽക്കം ടോവിനോ ബാലൻ, ചിദംബരം ബാലൻ ആൻഡ് ജീൻ ബാലൻ ഓൺ ടു ക്ലബ് എഫ് എം. വെൽക്കം ഗൈസ്. താങ്ക് യു. ഈ പറഞ്ഞ ബാലചാബല്യൊക്കെ ഇപ്പോഴും ഉള്ള ആൾക്കാരെ ഞാൻ വിശ്വസിക്കുന്നു. ഹാർട്ടിൽ നമ്മൾ ബൈ ഹാർട്ട് ഇപ്പോഴും ബാലന്മാരാണ്. കറക്റ്റ് അല്ലേ? ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ആവശ്യമുള്ള സമയത്ത് വെച്ചിട്ടൊക്കെ അല്ലേ കുറച്ച്. നമ്മുടെ സിനിമ ഡയറക്റ്റഡ് ബൈ ദ ഡയറക്ടർ ഓഫ് മഞ്ഞുമൽ ബോയ്സ്, റിട്ടൺ ബൈ ദ ഡയറക്ടർ ഓഫ് ആവേശം, ആക്ടഡ് ബൈ ടോവിനോ തോമസ്, ജീൻ പോൾ ആൻഡ് അതുപോലെ കുറെ അമേസിംഗ് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ആ ലിസ്റ്റിൽ ലാസ്റ്റ് വരുന്നതാണ്. പ്രധാനപ്പെട്ട ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദീപുമാരാണ്. ബാലൻ, ആദ്യം സിനാനും പിന്നെ ഫർസാന അല്ലേ, അവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഓക്കെ. അതുപോലെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്. അതുപോലെ നിങ്ങളുടെ ഈ പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും എന്താണ് ആ സിനിമയുടെ വെയിറ്റ് എന്നുള്ളത്. പക്ഷേ സിനിമ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് കൂടെ പോയി നിർമ്പോ ഒന്നുകൂടെ ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാ ചെയ്തത്. ആസ് എ ഡയറക്ടർ ആൻഡ് ആസ് എൻ ആക്ടേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഒരു ഹാപ്പി ആയി കാൻസിലേക്കൊക്കെ നമ്മുടെ പടം പോവാന്നുള്ള ഒരു ഇത് വന്നപ്പോ? ആദ്യമായി നമ്മുടെ ലക്ഷ്യം നമ്മളെ സിനിമ കുറെ ആൾക്കാർ കാണുകയാണെന്നുള്ളു. അപ്പൊ കാനിൽ പോയപ്പോ ലോകത്തുനിന്നുള്ള പല നാട്ടിലുള്ള ആൾക്കാർ അത് കണ്ടു, അവർക്ക് ഇമോഷണലി കണക്ട് ആയി. അതെന്താ ഞാൻ പടം തുറക്കുമ്പോഴും അവരുടെ മുഖത്ത് നിന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് റിയാക്ഷൻ, ആ റിയാക്ഷൻ ഗേജ് ചെയ്യാൻ പറ്റി. ഞാൻ നല്ലൊരു സ്വീകാര്യത കിട്ടി. അവിടെ എല്ലാവർക്കും പടത്തിനെ പറ്റി സംസാരിച്ചു. അത് തന്നെയാണ് വലിയൊരു അച്ചീവ്മെന്റ്. കാരണം വലിയൊരു സ്റ്റേജിൽ നമുക്ക് കാണിക്കാൻ പറ്റി. ആക്ടേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രൗഡ് ആയിരുന്നു ക്യാൻസൽ പോയെന്ന് കാരണപ്പോ? എനിക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് ഇവർ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഇവർ നേരിട്ട് വന്ന് രണ്ടുപേരും കൂടെ അപ്രീഷിയേറ്റ് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തത്. ഒന്ന്, ഇത് ഈ സിനിമയുടെ പോസ്റ്റർ വന്നപ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പോസ്റ്റർ ആയിരുന്നു ആ പ്രൊജക്ടിന്റെ. അത് ഒരു സിനിമ, അതിന്റെ കഥയും ഒന്നും നമുക്കറിയില്ലെങ്കിലും ഒരു പ്രൊജക്റ്റായിട്ട് തന്നെ അത് ഭംഗിയുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം വെച്ച് തന്നെ. പിന്നെ ആ പോസ്റ്ററും ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പോസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതെ, അത് എനിക്കും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട, ഭയങ്കര സ്ട്രൈക്കിങ്, ഒരു നല്ല സിനിമയ്ക്ക് പറ്റിയ പോസ്റ്റർ എന്ന് പറയുന്ന പോലെ എനിക്ക് അപ്പം തന്നെ തോന്നി. അപ്പോൾ ഇത് പിന്നെ എനിക്കും ചിതുവിനെ പറ്റി ആലോചിച്ചിട്ടുള്ളൊരു പ്രൗഡ് എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ ചിദംബരം ചെയ്തു. ആ ചെയ്ത സിനിമ ഇവിടെ ഭയങ്കര ഹിറ്റായി. അത് നാളെ ചിദംബരത്തിന് മറ്റേത് സിനിമയും ഇഷ്ടമുള്ള ചെറുതോ വലുതോ മീഡിയം സൈസോ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യാനായിട്ട് ഒരു ബ്ലോക്കായില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും ഉണ്ട്. അതായത് അടുത്ത് മഞ്ഞുമലിനേക്കാളും മുകളിലൊരു സിനിമ ചെയ്യണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ
ഇനിയും സമയം എടുത്ത് തന്നെ സിനിമ ചെയ്യാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെയോ അതിനേക്കാൾ മുകളിലുള്ള സിനിമ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ചെറിയ സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയാണ്. ആ സ്വാതന്ത്ര്യം ഇവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് ഇവർ രണ്ടുപേരെ കുറിച്ച് ഓർത്തും. അപ്പം കാര്യം ജിത്തുവും ആവേശം കഴിഞ്ഞിട്ടാണല്ലോ, അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്നെ ഇതിനകത്ത് പോസ്റ്റർ ബോയ് ആയിട്ടല്ല വിളിച്ചിരിക്കുന്നത്. എന്നെ ഈ സിനിമയുടെ പ്രൊമോഷൻസിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാണെന്ന് ഞാനോ ഇവരോ ആരും പറഞ്ഞിരുന്നില്ല. കാര്യം വെച്ചാൽ അത് ആ സിനിമയ്ക്കൊരു ടൊവിനോ എന്ന് പറയുന്ന സ്റ്റാർ ഈ സിനിമയ്ക്കൊരു ബാധ്യതയായിരിക്കുള്ളൂ. കാര്യം ഇത് ഒരു അമ്മയുടെയും മകൻ്റെയും അവരുടെ ട്രാവലും അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ ഇവരെന്നെ അപ്രോച്ച് ചെയ്തേക്കുന്നത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. അത് സുഹൃത്തായതുകൊണ്ടും അല്ല, ഞങ്ങൾ സുഹൃത്തുക്കളാണെങ്കിലും സുഹൃത്തായതുകൊണ്ടും അല്ല, ആസ് എൻ ആക്ടർ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണ് എന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഈ ഇടക്കാലത്ത് ഞാൻ കേട്ടതിൽ അല്ലെങ്കിൽ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ യെസ് പറയുകയും ഇനിയിപ്പോൾ ഈ സിനിമ ആൾക്കാരിലേക്ക് എത്തി അവരുടെ റെസ്പോൺസ് അറിയുക എന്നുള്ളത് ഞാനും ഇവരെ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാനും അതിന് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യാണ്. ഒന്ന് ഈ സിനിമ ഇൻ ടോട്ടൽ, പിന്നെ രണ്ട് എനിക്കിതിൽ കിട്ടിയേക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമാണ്. കാൻസ് പോലത്തെ ഫെസ്റ്റിവലില് ഞാൻ അഭിനയിച്ചൊരു പടം കാണുക, അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അങ്ങനെ ഒരു പരിപാടി വരിക എന്ന് പറയുന്നത് നമ്മുടെ ഇതൊരു ബക്കറ്റ് ലിസ്റ്റിലുള്ള പരിപാടിയൊന്നുമല്ല. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഭയങ്കര സംഭവം. പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ട് പോയിട്ടും കൂടി ഇല്ലാത്തോണ്ട് ഇവിടെ നിന്നിട്ട് പറയാൻ നല്ല രസമോ. കൂട്ടുകാരൊക്കെ ചേട്ടാ നിന്റെ പരിപാടി ക്യാൻസൽ വന്നെ, വെള്ളക്കാരൊക്കെ കരഞ്ഞു എന്ന് പറയുന്നു, അവർക്കറിയില്ലല്ലോ. അത് ഒരുപാട് സന്തോഷമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഈ ഇന്റർനാഷണൽ ഓഡിയൻസ് നമ്മുടെ സിനിമ കാണുന്നതിൽ നമുക്ക് കിട്ടുന്ന ഹൈ ഭയങ്കരമാണ്. അത് കണ്ട് അവർക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഭയങ്കര ഹൈ ആണത്. ഭയങ്കര ഹൈ എന്ന് പറഞ്ഞാൽ വേറെ കൾച്ചറുള്ള, വേറെ ഭാഷ സംസാരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നമ്മൾ മലയാളത്തിൽ കേരളത്തിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ കാണുകയും അത് അവർക്ക് മനസ്സിലാവുകയും അവരത് ആസ്വദിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അതല്ലേ സിനിമയുടെ മാജിക്. പോലീസ്മാൻ എനിക്കത് നമ്മള് വേറെ ചിന്തയിൽ എടുക്കുന്നു, പക്ഷെ വേറൊരു കൾച്ചർ, വേറെ സൊസൈറ്റി സിനിമ കാണുന്ന വേറെ തന്നെ രീതിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ മഞ്ഞുമൽ ബോയ്സ് റഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. റഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ അപ്പോൾ റഷ്യൻ ഒരു സ്ത്രീ വന്ന് എന്നോട് അവർ കരഞ്ഞോണ്ടിരിക്കുക. അപ്പം അവർ കിടന്ന് മഞ്ഞുമൽ ബോയ്സിന് ഇമോഷനെ കാണും. അവർ കിടന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോഴും റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1000-ഓളം ആൾക്കാർ മരിച്ചു വീഴുന്നുണ്ട്, ലൈക്ക് നത്തിങ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു ജീവന് വേണ്ടി എത്ര ആൾക്കാർ 10 പേര് വന്ന് ചിലപ്പം ദാറ്റ് റിയലി കോട്ട് ദം. സോ അത് നമ്മൾ ചെയ്യുന്നതും അവർ കൺവേ ചെയ്യുന്നതും എപ്പോഴും രണ്ട് പല പല രീതികളിൽ പോകും. അങ്ങനെയാണ് ഈ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കൾച്ചറും അവരുടെ ജീവിത സാഹചര്യങ്ങളും വെച്ചിട്ട് അവർ നമ്മൾ ചെയ്തൊരു സിനിമേനെ വേറൊരു രീതിയിൽ അർത്ഥങ്ങൾ കണ്ടെത്തും. ഉറപ്പായിട്ടും അങ്ങനെ പല ആംഗിളിലും നമുക്ക് അത്രയും ഇതാവെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പറഞ്ഞ പോലെ തന്നെ അനുരാഗ് കശ്യപ്, രാം ഗോപാൽ വർമ്മ, ഇവരൊക്കെ നമ്മുടെ പടത്തിനെ പറ്റിയിട്ട് ഭയങ്കര നല്ല റിവ്യൂസ് ഓൾറെഡി പറഞ്ഞു. ആൻഡ് പ്രിവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് നല്ല രീതിയിലുള്ള റിവ്യൂസ് ആണ് പറയണത്. അപ്പൊ ഞാനിങ്ങനെ ഫുള്ള് ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്തൊക്കെ എങ്ങനെയുണ്ട് പടം എന്നൊക്കെ. എന്നാലും ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുള്ള എങ്ങനെയുണ്ട് പടം എന്നുള്ളൊരു സംഭവം. മറ്റേ മോഹിനിയാട്ടത്തിൽ ബേബിജിയും പറഞ്ഞ സുല്ല് ഞാൻ തോറ്റു. ഇനി നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം, സ്വയം മനസ്സിലാക്കാൻ പറ്റും. അതെ, അപ്പൊ നിങ്ങൾ പറയൂലല്ലേ, നിങ്ങൾ പറയാന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറയാനാണ് എങ്ങനെയുണ്ട് ബാലന്ത്. നിങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ എങ്ങനെ ഉണ്ടാവും ആളുകൾ കാണുമ്പോൾ? ഇപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് ദോശ? വളരെ നല്ല ഒരു ദോശയായിരിക്കും, ആസ്വദിക്കാൻ പറ്റുന്ന. ബാലൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒട്ടും കട്ടിയില്ലാത്ത, എല്ലാവർക്കും വിസിബിളി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ലൈക്ക് ഭയങ്കര ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഈസി വാച്ച് ആയിരിക്കും ബാലൻ. ഇതൊരു ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്തൊരു സിനിമയാണ്. ഇപ്പം സംഭവം മലയാളം പടമാണെങ്കിലും അതൊരു ആർക്ക് കണ്ടാലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു ഇന്റർനാഷണൽ സിനിമയുടെ വാല്യൂ ഉള്ള ഒരു സിനിമയാണ് ബാലൻ. പിന്നെ ഇത് മേക്കിങ്ങിന്റെ സമയത്ത് നമ്മൾ ഇന്നും ഭയങ്കര ക്യൂരിയസ് ആണ്. ഇത് എങ്ങനെയായിരിക്കും പുറത്തു വരിക, ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, സിമ്പിളാണ് പക്ഷെ നമുക്ക് എടുക്കാനും അത് ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെ ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ്. അത് മാത്രല്ല ഇപ്പൊ ഏത് ലാംഗ്വേജിൽ കാണുന്നവർക്കും മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത്ര ഡിഫിക്കൽട്ടിലായിരിക്കും. മഞ്ഞുമൽ ബോയ്സിനും ആ വാല്യൂ ഉണ്ട്. കാരണം ആ പടം ഇപ്പം നമ്മളും അതിന്റെ കൾച്ചറൽ സൈഡ് കാണുന്നുണ്ടെങ്കിൽ പോലും
അതൊരു ഏത് ഭാഷയിലുള്ള ആള് കണ്ടാലും അതിന്റെ നമുക്കത് ആ ഒരു ഫീൽ കിട്ടും. അപ്പൊ ഈ നേരത്തെ ആ റഷ്യൻ സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ അതിനകത്തുള്ള കോർ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ശരിക്കും മലയാളത്തിലും അതിന്റെ കോർ ഇമോഷൻ അത് തന്നെയാണ്. അതെ. പക്ഷെ കൊള്ളണത് പല രീതിയിലാണ്. ഒരു ജീവന്റെ വില എന്നുള്ളതാണ്, ഡെഡ് ഓർ അലൈവ് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകാന്നുള്ളത്. കറക്റ്റ്. ഇപ്പൊ ടോവിച്ചേന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പല ആക്ടേഴ്സും പറയണ കേട്ടിട്ടുണ്ട്, എന്താ ഒരു മികച്ച കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു മികച്ച സിനിമയോ കിട്ടിയാൽ മതി, എന്ത് റോളാണെങ്കിലും പ്രശ്നമില്ല, ഹീറോ ആണെങ്കിലും പ്രശ്നമില്ല, വില്ലൻ ആണെങ്കിലും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ പ്രാവർത്തികമാക്കുന്ന ഒരാളാണ് നമ്മുടെ ടോവിനോ ചേട്ടൻ എന്ന് പറയുന്നത്. ലൈക്ക് എന്ത് റോള് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല കേട്ടോ, ശരിക്കും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത്. ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണോ? പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ട് ഈ നായകനാവാനാണെങ്കിലും നെഗറ്റീവ് ഷീനാണെങ്കിലും ഇങ്ങനത്തെ പല പല റോള് ഞാൻ ഇപ്പഴത്തേക്ക് ഒരു ആക്രാന്തം പോലെ. അല്ല ഞാൻ പറഞ്ഞില്ല, അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മതി. അത് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതാണ് ശരി എന്നൊന്നുമില്ല. നായകനായിട്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സിനിമകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും അവരുടെ ശരി തന്നെയാണ്. ഞാനത് എനിക്ക് വേണ്ടത് ഇതാണ് എന്നുള്ള കാരണം കൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളതും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് വേറൊരു കാര്യമാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അതെ ഓരോരുത്തരും ഇതനുസരിച്ചിട്ട് പറയുന്നത്. പക്ഷെ ഇപ്പൊ ടോവിനോ ചേട്ടൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു പടത്തില് എങ്ങനെയായിരിക്കും, വേറൊരു രീതിയിലായിരിക്കോ എന്നുള്ള ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. ഈ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ, ഇതാണ് എനിക്കിതിൽ നിന്ന് കിട്ടുന്ന. അതിനാണ് എനിക്ക് പണ്ട് മായാനദിയുടെ ഷൂട്ടിന്റെ സമയത്ത്, അപ്പൊ അതിന് മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഞാൻ വില്ലനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്, ക്യാരക്ടർ റോൾസും ചെയ്തിട്ടുണ്ട്, നായകനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ശ്യാമേട്ടും പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. എനിക്കൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ആ അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനൊരു സിനിമയിൽ വരുമ്പോൾ ഇവൻ വന്നിട്ട് ഇതായിരിക്കും ചെയ്തിട്ട് പോകുന്നത് എന്ന് അല്ല, എന്തായിരിക്കും ഇവൻ ചെയ്യാൻ പോകുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി ആൾക്കാരിൽ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വിജയം. അതിരടിയാണെങ്കിൽ പോലെ പറയുന്നത് ഞാനിപ്പോ കണ്ടപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള സർക്കിളിലൊക്കെ എല്ലാവരും, അതായത് ടൊവിയിലൊരു കിടിലം വില്ലനുണ്ട്. അതായത് നമുക്ക് അങ്ങനെ ഒരാൾ സത്യത്തിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പാട്ട് പഠിക്കാൻ നോക്കുന്ന ഡേഞ്ചർ ആയിട്ട് ശരിയാവില്ലോ എന്ന് തോന്നുന്നത്. പിന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ പടത്തിലെ ലൊക്കേഷനില് ഞങ്ങള് കോമ്പിനേഷൻ ഉള്ള സമയത്ത് ഞാൻ വരുമ്പം ടൊവിനെ നമ്മൾ കാണാതെ തൊട്ടടുത്തുണ്ട്, അടുത്തിരിപ്പുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. അതൊക്കെ അറിയാം ആള് മേക്കപ്പിലാണ്, പക്ഷെ എന്നാലും നമുക്ക് കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നത് ആക്ടർ അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. നമ്മളെ ഷൂട്ട് ചെയ്യുമ്പോഴും ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഇപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചില്ലേ, അതും ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. 2024 ഇറങ്ങിയ ഏറ്റവും ഹിറ്റ് പടങ്ങൾ രണ്ടെണ്ണമാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സും ആവേശവും. ഇതിന് രണ്ടെണ്ണത്തിന് ഡയറക്ടേഴ്സ് ആണ് ഇപ്പൊ കൊളാബ് ചെയ്യുന്നത്. ആ ഒരു കൊളാബറേഷൻ എങ്ങനെയാ സംഭവിച്ചത്? അത് എനിക്ക് ആഫ്റ്റർ മഞ്ഞുമൽ ഇതേപോലെ എന്താ ചെയ്യണം അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സമയത്താണ് ദുരൂഹ സാഹചര്യത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയം. ആ സമയത്ത് സജിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്താണ് അടുത്തെന്താ ചെയ്യണമെന്നില്ല, അറിയില്ല, ചെയ്യുന്നതല്ല, കയ്യിലുള്ളൊക്കെ വലുതാണ്, അതൊക്കെ ചെയ്തു വരുമ്പോൾ 1-2 കൊല്ലം എടുക്കും, ഇനി പടമൊന്നും ഇല്ല, 2 കൊല്ലത്തേക്ക് എന്തെങ്കിലും ഞാൻ ആലോചിച്ച് വരുമ്പോഴാണ് സജിൻ പറഞ്ഞ് ജിത്തുവിൻ്റെ ഒരു കഥയുണ്ട്. അപ്പം അങ്ങനെ ജിത്തുവിനെ ഒന്ന് കണ്ട് കഥ കേട്ടോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. പിറ്റേ ദിവസം തന്നെ പ്രൊഡക്ഷൻ മീറ്റിംഗ്, അങ്ങനെ പെട്ടെന്ന് ഓണായ ഒരു പടമാണ് ബാൽ. ഇങ്ങനെ ഒരിക്കലും പ്ലാൻ ഇല്ലാത്തൊരു സാധനം ഒരു ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞ പോലെ വന്നൊരു സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലബ് എഫ് എമ്മിൽ തന്നെ ഡയറക്ടേഴ്സ് ക്ലബിൽ വന്നപ്പോ നെക്സ്റ്റ് സിനിമ ഏതാന്ന് ചോദിച്ചപ്പോ ഒരു ഹിന്ദി പടമായിരിക്കും, ഒരു ഗാങ്സ്റ്റർ മൂവി ആയിരിക്കും, പിന്നെ നമ്മൾ അതൊരു ഹിസ്റ്റോറിക്കൽ മൂവി ആയിരിക്കും കേട്ടു. പെട്ടെന്നാണ് ബാലെന്ന് പറഞ്ഞത്. കുറെ സമയം എടുക്കും. ഈ പറഞ്ഞ പോലെ തന്നെ ജിത്തുമാധവൻ പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ട്, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫിലിം, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയാൻ പറ്റും? അങ്ങനെ ഞാൻ വായിച്ചു. ക്യാൻസല് മറ്റു പോയതിന് പറഞ്ഞ രീതിയിൽ അങ്ങനെ എഴുതിയത് വായിച്ചതാ. എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞേക്കാണ് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ. അങ്ങനെ പറയാം. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ലെഫ്റ്റും റൈറ്റും ഒരു എക്സ്പ്രഷൻ. ഇറ്റ്സ് എ ബ്രോഡ് എക്സ്പ്രഷൻ അബൌട്ട് വാട്ട് ഐ ഫീൽ അബൌട്ട് പാരന്റിങ്, ചൈൽഡ്ഹുഡ് ആൻഡ് ഫൈൻഡിങ് യുവർസെൽഫ്. ഇപ്പൊ ജീൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ശരിക്കും മഞ്ഞുമൽ ബോയ്സിൽ ലാസ്റ്റ് വണ്ടിയിൽ ഒന്ന് കയറിയ ആളാണ്. ബാലനിലെങ്ങനെയാണ്? ബാലനില് ഓൾമോസ്റ്റ് സ്റ്റേജസ് എനിക്ക് ഒരുപാട് സമയം കിട്ടി. എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പോലീസുകാരനാണ്, കോൺസ്റ്റബിൾ ആണ്, അപ്പൊ പോലീസിൽ കയറുന്ന സമയത്തുള്ളതാണ്.
അപ്പൊ എനിക്ക് കുറെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ എനിക്കും ഈ പറയുന്ന ഒരു എൻട്രിങ് പോലീസുകാരന്റെ ഒരു ബോഡി ലാംഗ്വേജിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരുപാട് സമയം കിട്ടി അതിനോടൊക്കെ വർക്ക് ചെയ്യാൻ. അപ്പം അങ്ങനെ ആദ്യം ബസ്സിൽ കയറിയോണ്ട് അങ്ങനെ കുറെ ഗുണങ്ങളുണ്ടായിരുന്നു. നല്ല നല്ല രസമായിരുന്നു. എനിക്കൊരു ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നെ ഏൽപ്പിക്കുമ്പം. കാരണം ചിദംബരത്തിന് ഇപ്പം ഒരു ആർട്ടിസ്റ്റിനെ ആരെ വേണേലും അതിൻ്റെ അകത്ത് കാസ്റ്റ് ചെയ്യാം. അത് എന്തോരം നന്നാവും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ആരെ വേണേലും കാസ്റ്റ് ചെയ്യാം. അങ്ങനത്തൊരു ഇതുണ്ട്. അപ്പൊ അത് എനിക്ക് തരുമ്പോ ഞാനത് നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു. എന്നാ ജീൻ ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ജീൻ എന്ന ഡയറക്ടറിനെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അതെ, എന്താ അറിയോ, ഡയറക്ഷൻ ഉറപ്പായിട്ടും പ്ലാനിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു കഥ കിട്ടണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു സിനിമയും അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു ഇന്ന ഡേറ്റിന് പടം ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തിട്ടില്ല. നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന സിനിമകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനതൊരു നമ്മള് ഇതൊരു 200 കോടി അടിക്കണം എന്നുള്ള അർത്ഥത്തിലും അല്ല പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സബ്ജക്ട് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വന്നിട്ടില്ല. ഇപ്പൊ ഒരു 3-4-5 സബ്ജക്റ്റുകൾ പാരലലി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ഇതാണ് അടുത്തത് എന്ന് പറയാറായിട്ടില്ല. ഉറപ്പായിട്ടും അതാണല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റെസ്പോൺസിബിലിറ്റിയും വെയിറ്റും പ്രഷറും എല്ലാത്തിനോടൊപ്പം തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ, അല്ലെങ്കിൽ ആ പടം ആൾക്കാർ റിസീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹൈ, അത് വേറെ തന്നെ. ഡയറക്ഷൻ ആണ് എന്റെ ലവ്, ആക്ടിങ് ആണ് വിച്ച് കീപ്സ് മീ അലൈവ്. ലൈക്ക് നമുക്ക് വീട് ഓടിക്കണമല്ലോ. അതെ അതെ, അവിടെയാണെങ്കിലും ആക്ടിങ് ആണോ ഡയറക്ടിങ് ആണോ ഡയറക്ടിങ് ബുദ്ധിമുട്ടായിരുന്നില്ല ദൂര സാഹചര്യത്തിൽ? പണിയാണ്. അയ്യോ ഭയങ്കര ഡയറക്ട് ചെയ്യുമ്പോൾ ചെയ്തതിന്റെ ഫുൾ കർമ്മ പോലെ അവിടെ അനുഭവിച്ചു. കർമ്മ ബൂമറാങ്ങായി വന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ദുരൂഹ സാഹചര്യത്തിന് മുൻപ് നമ്മൾ അറിയില്ല. അപ്പൊ നമ്മള് ആക്ടേഴ്സിനോട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മഞ്ഞുമൽ ബോയ്സ് ചെയ്തിട്ടുണ്ട്. ഈ അഭിനയിച്ച് കഴിഞ്ഞപ്പോ കുറച്ചുകൂടി ആക്ടേഴ്സിനോട് ഒരു ഇളവൊക്കെ കൊടുത്തായിരുന്നു, അതാണ് ചോദ്യം. ഇങ്ങനെ ഇല്ല, നമ്മളിപ്പോ ഡയറക്ടർ ആവുകയാണല്ലോ വീണ്ടും. അവിടെ ചേഞ്ച് ഒന്നുമില്ല. ഇങ്ങനെ ഇളവുകൾ കൊടുക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആക്ടേഴ്സിന് ഏറ്റവും കംഫർട്ടബിൾ ആക്കാം. എന്നിട്ടാ, കാരണം നമ്മൾ ആക്ഷൻ പറഞ്ഞ് കട്ട് കഴിയുന്നവര് ദേ ആർ ദ ഫിലിം, ദേ ആർ ഡയറക്ടിങ് ദ ഫിലിം. അപ്പൊ അവരേറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് നല്ല ക്ലാരിറ്റിയിലൂടെ ബ്രീഫ് കൊടുക്കുക. അതുകൊണ്ട് അവരുടെ അടുത്ത് നമ്മൾ മസിൽ പിടിച്ചിട്ടോ അങ്ങനെ അത് ഇത്രയൊക്കെ ഒരു അങ്ങനെയല്ല, ഫുൾ മൊത്തം കാര്യം അവർക്ക് അവരെ മാക്സിമം കംഫർട്ട് ലെവലിൽ നിർത്തിയാലാണ് നമുക്ക് അവരെ ബെസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ കഥയുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോ, ഇപ്പൊ ചിദംബരം തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കേട്ടിട്ടുണ്ട്, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന കഥ, അങ്ങനത്തെ കഥ നമ്മുടെ മടിയിൽ വന്ന് വീഴാന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഹാപ്പൻ ഓൾ ദി ടൈം എന്ന് പറയാം. അതുപോലെ വന്നൊരു കഥയാണോ ബാലൻ? അതെ, അതുകൊണ്ട് തന്നെയാണോ കഥകൾ വരട്ടെ. അപ്പൊ ബാലൻ ചൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് ഒരു റീസൺ എന്ന് പറയുന്നത് ലൈക്ക് ലൈഫ് ഈസ് വിത്ത് ലോട്ട് ഓഫ് സർപ്രൈസസ്. എനിക്കൊരു 5-6 സിനിമയുണ്ട്. ലൈക്ക് ഞാൻ പണ്ട് സിനിമ ഡയറക്ടർ ആവുന്നതിന് മുമ്പേ ഞാൻ ഹാവ് എ സെറ്റ് ഓഫ് ഫിലിംസ് ഐ ഹാവ് ടു മേക്ക്. പക്ഷെ അത് കാര്യത്തോടെ എടുക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ആവില്ല. പെട്ടെന്നായിരിക്കും ഈ മഞ്ജുമല പോലെ അല്ലെങ്കിൽ ബാലൻ പോലത്തെ സാധനങ്ങൾ വരും. ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഡിഫറെന്റ് മാജിക്. സോ ഐ എക്സ്പെക്ട് അങ്ങനത്തെ സാധനങ്ങൾ വരാൻ. നമ്മുടെ മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ആ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി. കാടും ചെറിയൊരു കോടമഞ്ഞും. എവിടെ അത് ഷൂട്ട് ചെയ്തത്? ആ ഒരു എൻവയോൺമെന്റ് അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഈ സിനിമ ഈ ബാലൻ ഏകദേശം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവരൊരു ട്രാവൽ ഉണ്ടല്ലോ അതില്. നിങ്ങൾ പറയുന്ന മെയിൻ ലൊക്കേഷൻ വയനാടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വയനാട് എനിക്ക് തോന്നുന്നു ഭയങ്കര അൺഎക്സ്പ്ലോർഡ്, ഭയങ്കര ഇനിയും എക്സ്പ്ലോറിന്റെ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും ഇഷ്ടംപോലെ ഫ്രെയിംസും വിസ്റ്റാസ് ഒക്കെ ഉള്ള വളരെ ഭയങ്കര ഒരു മാഗ്നറ്റിക് സ്ഥലമാണ് വയനാട്. വയനാട് എനിക്ക് ഞാൻ ദുരൂഹ സാഹചര്യം വയനാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് ബാലിന് വന്ന് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തൂടെ, നല്ല ഫുഡ്, നല്ല ക്ലൈമറ്റ്. പക്ഷെ ദുരൂഹ സാഹചര്യത്തിലെ വിഷ്വൽ ലാംഗ്വേജ് വേറെ, ബാലന്റെ വിഷ്വൽ ലാംഗ്വേജ് വേറെ. പക്ഷെ വയനാടാണ് എൻ്റെ ഒരു മെയിൻ സ്ഥലം. കാരണം എല്ലാവരും വയനാട് കാണുക, അത് ഒരു ഗുഡ് സ്പെസിമെൻ ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. കുറച്ച് സമാധാനം കിട്ടും അവിടെ പോയിരുന്നത്. ടോവിയുടെ ലൊക്കേഷനിൽ ഒട്ടും സമാധാനമില്ലാത്ത സ്ഥലമായിരുന്നു. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മീൻ്റെ മണം. അതെവിടെയായിരുന്നപ്പാ? വലിയ മീൻ മലകളായിരുന്നു അവിടെ ഐലൻഡിൽ. ഉണക്കായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ സിംഗപ്പൂർ പോലെ. നമ്മുടെ ക്ലബ് എഫ്എമ്മിന്റെ ഇന്റർവ്യൂവിൽ തന്നെ വന്ന് മഞ്ഞുമൽ ബോയ്സിനെ പറ്റി സുഷിൻ ഷ്യാം പറഞ്ഞൊരു സംഭവമാണ്, മഞ്ഞുമൽ മലയാളം സിനിമയുടെ മലയാളം ഇൻഡസ്ട്രിയുടെ സീൻ മാറ്റും എന്നുള്ളത്. സീൻ മാറ്റു മാത്രമല്ല, തൂക്കി പടം. സുഷിൻ ഷ്യാമിനെ ഇന്റർവ്യൂവിൽ ഇറക്കൂ ഈ അടുത്ത്. പുതിയ വരി കണ്ടുപിടിച്ചു ന്യൂ ലൈൻ.
ഉണ്ടാവുമെന്ന് ചോദിക്കട്ടെ തീർച്ചയായും എന്തായാലും അവരെ കൊണ്ട് ഇരുത്തിക്കാം അവരത്. അതെ അതെ, പുതിയ ലൈൻ കിട്ടാനേ. എങ്ങനെയുണ്ടായിരുന്നു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പടത്തിന്റെ? മ്യൂസിക് ആ പടത്തില് 3 പാട്ടാണ്. ഓക്കെ. അതിലൊന്നൊരു കവിതയാണ്, കുട്ടികൾക്ക് മറ്റേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലത്തെ ഒരു കവിതയാണ്. സോങ്സ് എല്ലാം എനിക്ക് ഐ ലൈക്ക് എല്ലാം പാട്ടുകളും നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്കോറാണ് മോർ ദാൻ സോങ്സ്. സുഷിന്റെ ഐ ഓൾവേസ് ഗോ ബാക്ക് ടു സുഷിൻ ഈസ് ബിക്കോസ് ദ സ്കോർ. കാരണം ആ സ്കോർ, ഒരു പടത്തിൽ സ്കോർ ചെയ്യാൻ അറിയണമെങ്കിൽ ഇമോഷൻ ഡെപ്ത് അറിയണം, സിനിമയെ പറ്റി ഒരു അവാദം, നോട്ട് ജസ്റ്റ് മ്യൂസിക്, എങ്ങനെ ഇമോഷൻ, എങ്ങനെ ഒരാളുടെ ഇമോഷൻ ഡയറക്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള കൃത്യമായ ഒരു ബോധ്യം വേണം. സോ ദാറ്റ്സ് വൈ സുഷിൻ, ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ആൻ എൻജോയബിൾ പ്രോസസ്. ഇപ്പം ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ പറയും മെന്റലി ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറയും, ചിലപ്പോൾ പറയും ഫിസിക്കലി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറയും. ഈ സിനിമയിൽ എന്തായിരുന്നു കൂടുതൽ? എനിക്ക് ഫിസിക്കലി ഹാർഡ് വർക്ക് അങ്ങനെ എന്താ പറയാ, ഇപ്പം പടത്തിന് മുമ്പ് കുറെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു പരിധി കൂടുതൽ ഇങ്ങനെ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എന്താ പറയാ, നമ്മൾ എപ്പോഴും ഈ പട്ടികളും കുട്ടികളും കൂടി അഭിനയിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പടം ചെയ്യുമ്പം ഡബിൾ ടൈം കാണണമെന്ന് ഞാൻ പറയും. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കിടിലം പെർഫോമൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാനും ആ പയ്യനും കൂടി ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പം രാത്രി 11 മണി 12 മണിയായി. ഇതിപ്പം ഞാൻ കുറെ റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്, കുറെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഞാനപ്പോൾ അതിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവൻ വരുന്നു, ഇവൻ അത് കേൾക്കുന്നു, നമ്മൾ റിഹേഴ്സൽ എടുക്കുന്നു. ഇവൻ ആദ്യത്തെ റിഹേഴ്സലിൽ തന്നെ ഗംഭീരം. എനിക്ക് ടെൻഷനായി, കാരണം ഞാൻ ഒന്നെടുത്ത് ഇവിടെ വന്ന് തെറ്റിക്കുമ്പോഴത്തേക്കും ഇവനിങ്ങനെ അപ്പൊ അവന് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ എല്ലാരും എടുത്തോണ്ട് അവന് ഉറക്കം വരുന്നുണ്ട്, പെട്ടെന്ന് എടുക്കണേ. അപ്പൊ ഞാനിത് മൊത്തം ശരിയാക്കണം. എനിക്ക് പക്ഷെ അതന്ന് 7 ടേക്ക് 8 ടേക്ക് 9 ടേക്ക് 10 ടേക്ക്, കാരണം ഞാൻ ഓരോ ടേക്ക് കഴിയുന്നതോടെ ഞാനിങ്ങനെ ആകെ സ്റ്റിഫായി വരികയാണ്. അവന് കുറച്ച് കഴിഞ്ഞപ്പോ ബോറടിച്ചു, കാരണം അവന്റെ മുഖത്തോട്ടല്ല ക്യാമറ, അവന്റെ പരിപാടി തീർന്നു എന്റെ. അപ്പൊ അവനിങ്ങനെ പിന്നെ അന്ന് രാത്രി നമ്മളത്, പക്ഷെ അതൊക്കെ എനിക്ക് ചിദംബരത്തിനോട് പറയാനുള്ളത് വെച്ചാൽ അന്ന് നമ്മളത് ഓക്കെ എന്ന് കൊണ്ട് വിട്ടു. പിന്നെ അത് എനിക്ക് റീഷൂട്ട് ചെയ്യാനൊരു അവസരം തന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് നമ്മളെ ഫസ്റ്റ് ടേക്കിന്. അത് പക്ഷെ ഭയങ്കര ഇത് നമ്മളെ അറിഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി തന്നെ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു സ്ട്രെയിൻ ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഫിസിക്കലിയും അങ്ങനെ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു ടോപ്പിക്കായിരിക്കും ശരിയാണ്. അങ്ങനെ പറയത്തക്ക ഫിസിക്കൽ, ആ ബോട്ട് ഓടിക്കാൻ പറഞ്ഞൊക്കെ മെന്റലി ഫിസിക്കലി ഇത് കിടന്നിങ്ങനെ കറങ്ങണേ. ക്യാമറ സൺസെറ്റ് വലിയ പരിപാടിയാണ്. ഇല്ല, അത് ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പഠിച്ചു. അല്ല, എനിക്ക് അങ്ങനെ ഭയങ്കര സ്ട്രെയിനുള്ള ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ആയിട്ടല്ല, പക്ഷെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെയിൻ ഇൻ ദി സെൻസ് ഞാൻ ഉദ്ദേശിച്ചതൊരു ഇതുവരെ ചെയ്യാത്തൊരു പുതിയൊരു ചലഞ്ച്. എനിക്ക് അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടായിരുന്നത്. ചിലതിലെന്ന് വെച്ചാൽ നമുക്ക് ഫൈറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഫിസിക്കലി ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ചിലതിൽ നമ്മളിങ്ങനെ കാച്ചിക്കുറിക്കുക അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്ത് കരച്ചില്ല അങ്ങനെ. ഇത് കുറച്ചും കൂടെ വേറെ ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അത് പ്ലേ ചെയ്തത്. ഈ കഥയായിട്ട് ഇപ്പൊ ചിദംബരം വരുമ്പോൾ, ചിദംബരം ഓൾറെഡി ആദ്യത്തെ സിനിമ ഒരു ചെറിയ റൊമാൻറ്റിക് ഇതുണ്ട്, സംഭവങ്ങളുണ്ട്, ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്. രണ്ടാമത്തെ സിനിമ ഒരു ത്രില്ലർ സംഭവം ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ ചിദംബരം ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറഞ്ഞ് വരുമ്പോ ഇതിനിപ്പോ ഇത് ഏത് കഥയായിട്ട് എനിക്ക് വന്നേക്കാന്ന് വിചാരിച്ചിട്ട് ഓക്കെ പറഞ്ഞേക്കാം, അങ്ങനെ ഓക്കെ പറഞ്ഞതാണ്. ഓൾറെഡി ഈ പടമാണെന്ന് അറിയാലോ, ബാലനാണെന്ന് അറിയാം. ബാലൻ അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങള് മീറ്റ് ചെയ്ത്. പിന്നെ ഇതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാനത് വളരെ തുറന്ന മനസ്സോടെ എന്ത് ക്യാരക്ടറാണ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. കാര്യം ഇതിനകത്ത് എന്തായാലും അമ്മയുടെ ക്യാരക്ടറും അല്ല, കൊച്ചന്റെ ക്യാരക്ടറും അല്ല നമുക്കറിയാലോ. ഷേവ് ചെയ്യേണ്ടി വരും, അത് നമുക്കറിയാലോ. അപ്പോ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ. അപ്പൊ തന്നെ അവിടെ തന്നെ ഡിസ്കഷന്റെ അവസാനത്തിൽ തന്നെ നമുക്ക് ചെയ്യാം, എപ്പോഴാ ഡേറ്റ് എന്ന് ചോദിച്ചിട്ട് അവസാനിച്ചൊരു കോൺവെർസേഷൻ. അത് അവസാനം വന്ന് കൈയടി വാങ്ങിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആൾക്കാർക്ക് ഇഷ്ടം തോന്നുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടം തോന്നി ക്യാരക്ടറിനോട് തോന്നുന്നതാണ് നമ്മളും ഹോപ്പ് ചെയ്യണത്. ഭയങ്കര ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണ്. കാരണം അതൊരു സമൂഹത്തിന്റെ ഫ്രിഞ്ചിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും. ആ ക്യാരക്ടറിന്റെ ഇതിലാണ് എന്റെ ക്യാരക്ടർ ഒന്ന് ടാർണിഷ് ആവുന്നത്. രസമുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങളുടെ കോമ്പിനേഷൻ ഒക്കെ നല്ല രസമുള്ള പരിപാടി. ഞങ്ങൾക്ക് ഇതിനകത്ത് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അത് അതാണ് ഈ പറഞ്ഞ സീൻ. ഭയങ്കര നല്ല സീനാണ്. നല്ല സീനാണ് പറഞ്ഞത്.
അതെ. നമ്മൾ ഈ ഒരു മൂവിയിലേക്ക് ഓരോ ആക്ടേഴ്സ് വന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മക്കൾ തന്നെ വന്നത് ഓഡിഷൻ ത്രൂ ആണോ? എങ്ങനെയായിരുന്നു പ്രോസസ് ഒക്കെ? അതെ അതെ, ഫുൾ ഓഡിഷൻ ചെയ്ത് 1000-700ഓളം പിള്ളേർ ഓഡിഷൻ ചെയ്തു. അതേപോലെ 400 ഫീമെയിൽ ആക്ടേഴ്സ് നമ്മൾ ഓഡിഷൻ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഫർസാനെ കിട്ടിയത്. ഭയങ്കര അത് ബ്ലെസ്സിങ് തന്നെയാണ്. ഇവര് നമ്മൾ എത്ര തപ്പിയാലും അത് കിട്ടില്ല. അവസാനം ഇവർ ഏതൊക്കെയോ വഴികൾ വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഗണപതിയാണ് ഇതിന്റെ ഫുൾ കാസ്റ്റിംഗ് പരിപാടി എല്ലാം നൃത്തം ചെയ്തത്. ഒബ്വിയസ്ലി. സാറിന് എങ്ങനെയാണോ ഒരു കാസ്റ്റിംഗിലേക്ക് അങ്ങനെ കറക്റ്റ് ആൾക്കാർ ചൂസ് ചെയ്യാൻ വലിയ സംഭവം തന്നെയുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ ചില കമന്റ്സ് ഒക്കെ കാണും, ചില ആൾക്കാർക്ക് അത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഇതെന്തൊരു മിസ്കാസ്റ്റ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഗണപതി കാസ്റ്റിംഗ് ഇസ് ലൈക്ക് ഓ പെർഫെക്റ്റ്, എല്ലാം പെർഫെക്റ്റ് അങ്ങനെയാണ്. അത് മാത്രമല്ല, നമ്മള് വെറുതെ ഒരു പടം ഉണ്ടാക്കിയിട്ട് ഒരാൾ കാസ്റ്റായിട്ടല്ല. അപ്പം ഹീസ് ത്രൂ ദ ഹോൾ പ്രോസസ്, ഇൻസെപ്ഷൻ ഓഫ് ദ ഫിലിം, പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് അത് പേപ്പറിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മൾ എന്നൊക്കെ ക്യാരക്ടർ ഉണ്ടാക്കില്ല. അപ്പോഴേ ലൈക്ക് ഹീസ് പാർട്ട് ഓഫ് ദ പ്രോസസ്. അപ്പം അങ്ങനെ വരുമ്പം കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി, എനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം. പക്ഷെ സംടൈംസ് നമ്മൾ ഒന്നിന് തന്നെ 30-40 ഓപ്ഷൻ പോകും. ചിലത് ഒന്നിൽ തന്നെ വർക്കാവും, ചിലത് ഇറ്റ് വിൽ ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻസ്. ദർ ഇസ് ഓൾ കൈൻഡ് ഓഫ്. ഇനി മൂന്നാളോട് വേണ്ട, വൺ ആക്ടർ ദാറ്റ് യു വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത്. അതിപ്പോ നേരത്തെ നിങ്ങൾ വർക്ക് ചെയ്ത ഒരു ആക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോ എനിക്കൊന്ന് വർക്ക് ചെയ്യണം എന്ന് അത്ര ആഗ്രഹമുള്ള ഒരു ആക്ടർ ആയിരിക്കും. അതാരായിരിക്കും? മമ്മൂക്ക, ഓഫ് കോഴ്സ്, മോഹൻലാൽ, എല്ലാവരും ഉണ്ട്. മമ്മൂക്ക, ഐ തിങ്ക് ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫേസ് ഓഫ് മമ്മൂക്ക ടു വർക്ക് വിത്ത്. ഓക്കെ, എന്തെങ്കിലും ഇങ്ങനെ ഐഡിയാസ് ഉണ്ടോ മനസ്സിൽ? ഐഡിയ ഒക്കെ ഇഷ്ടംപോലെ. അതൊക്കെ കഥയൊക്കെ വരുമ്പോ പിന്നെ അയ്യോ അത്ര പോരല്ല ഐഡിയ. ഐഡിയ കുറെ ഉണ്ട്. ലാലേട്ടന്റെ കൂടെയാണ് അടുത്ത പടം എന്നുള്ള ഒരു റീല് ഞാൻ കണ്ടു. അത് അങ്ങനെ അതൊന്നും കൺഫേം ഒന്നും അല്ല. അതിങ്ങനെ പക്ഷെ ഉണ്ട്. അല്ല, അങ്ങനെ ഉണ്ടെന്നൊന്നും പറയാനും പറ്റില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായി. ഞാൻ വായിക്കുമ്പോ എനിക്ക് സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണോ? അല്ല, അങ്ങനെയല്ല. അത് ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് ജസ്റ്റ് അപ്പ് ഇൻ ദി എയർ, നത്തിങ് സോളിഡ്. ചേട്ടനാണെങ്കിലും വർക്ക് ചെയ്യാൻ അത്രയും. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ മമ്മൂക്ക ഭയങ്കര ഒരു സ്വപ്നമാണ്. കാരണം സ്കൂൾ തൊട്ട് മമ്മൂക്ക ഫാനാണ്. അപ്പം മമ്മൂക്ക വെച്ചൊരു പടം ചെയ്യണം എന്നുള്ളത് ആഗ്രഹം എന്ന് പറയാനാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇതെല്ലാം വീണ് കിട്ടുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസരം വരട്ടെ എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അങ്ങനെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിമോഹമാണ് മമ്മൂക്ക വെച്ച് പടം ചെയ്യണം, മോഹൻലാലിനെ വെച്ച് പടം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. കാരണം അതൊക്കെ സംഭവിക്കണം, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മുടെ അഭിഷേക് ബച്ചൻ, എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ആർട്ടിസ്റ്റ്. നടനെ ഞാൻ അഭിനയിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും വെച്ച് പുലർത്തുന്നൊന്നുമില്ല. അത് എന്നെക്കാളും നല്ല ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. അവരെ കൂടി ഒക്കെ അഭിനയിക്കാൻ പറ്റട്ടെ. ഇപ്പൊ ചേട്ടൻ ഒരു സിനിമയില് ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ വാട്ട് ഇസ് എ ഹീറോ ടു യു എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അധികം ആൾക്കാരെ ഒന്നും ഉപദ്രവിക്കാതെ കഴിയുന്ന പോലെയൊക്കെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നല്ലതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരത്തിനൊത്ത് ഹീറോ ആയിട്ട് ഉയരുന്ന ഒരു സാധാരണക്കാരനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹീറോ എന്ന് പറയുന്നത്. ഹീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു അവസരം വരുമ്പോൾ ഉള്ളിലുള്ള ഹീറോയിസം പുറത്തെടുക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹീറോ. എപ്പോഴും ഒരു ഹീറോനെ പോലെ നടക്കണം, ഹീറോനെ പോലെ ചിരിക്കണം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആവശ്യഘട്ടങ്ങളിൽ, അതിപ്പോ ഈ സൂപ്പർ ഹീറോസ് ആണെങ്കിൽ ആവശ്യഘട്ടങ്ങളിലല്ലേ വരുള്ളൂ. ബാക്കിയുള്ള സമയത്ത് അവർ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ആവശ്യഘട്ടങ്ങളിൽ അവസരത്തിനൊത്ത് ഉയരുന്നവരാണ് ഹീറോസ്. ഇപ്പൊ മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും റിവ്യൂ കണ്ടിട്ട് നമ്മൾ കേൾക്കുന്ന റിവ്യൂസിലാണെങ്കിലും അമ്മ ക്യാരക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിനിമയിൽ നമ്മുടെ ഒക്കെ ലൈഫിൽ അമ്മ ക്യാരക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അമ്മമാര്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് നമ്മുടെ അമ്മമാര്. ആദ്യം ആര് തുടങ്ങും? അവരുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കാം അല്ലേ. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് വളർന്നവരായിരിക്കാം, ചിലപ്പോൾ നമ്മളുണ്ടാവും അങ്ങനെ. സോ വാട്ട് ഇസ് എ മദർ ടു യു? എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് വിൽ യു സേ? എൻ്റെ വീട്ടില് ആകെ എന്താ പറയാ, സിനിമയായിട്ട് ബന്ധമില്ലാത്ത ഒരാളമ്മ മാത്രമാണ്. അപ്പൊ ഷീ ഈസ് ദ റിയാലിറ്റി ചെക്ക്, നമ്മൾ പോയി ചോദിക്കല്ലേ. അതാണ്. ബാക്കി എല്ലാരും നമ്മള് സ്വപ്നാടകരാണ്. ഞാനായാലും അനിയനായാലും അച്ഛനായാലും ഈ ചേസ് മൂവീസ് ആൻഡ് ഇറ്റ്സ് എ വെരി അൺസർട്ടൺ ജോബ്. അപ്പം അതിന് വേറൊരു ലൈഫ് സ്റ്റൈലും വേറൊരു ടൈം ടേബിളും എല്ലാം ആണ്. അമ്മയാണ് അതിന്റെ ഇതെല്ലാം. ആദ്യം ഒന്ന് പഠിക്കുക, അതൊരു ഡിഗ്രി ഒക്കെ ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ അങ്ങനെയൊക്കെ പറയുമല്ലേ? തീർച്ചയായും. അമ്മ ടീച്ചറാണ്. അപ്പൊ അമ്മയ്ക്ക് എന്തായാലും നീ എന്തോ ആയാലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് എങ്കിലും വെച്ചിട്ട് നീ എന്ത് വേണേലും ചെയ്തു. അപ്പം അങ്ങനെ അപ്പൊ റിയാലിറ്റി ചെക്കും ഒരു ഗ്രൗണ്ട്നെസ്സും തരുന്നത് അമ്മ തന്നെയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര അമ്മയുടെ പെറ്റായിട്ടുള്ള കുട്ടിയാണ്. അങ്ങനെ വെച്ചാല് ഞങ്ങള് തമാശയായിട്ട് പറയുന്ന ഒരു കഥയുണ്ട്. അതായത് അമ്മയ്ക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് ജനുവരി 20-ാം തീയതിയാണ്. ഞാൻ ജനിച്ചത് ജനുവരി 21-ാണ്. അപ്പൊ ഒരു ദിവസം കൂടെ അകത്തിരുന്നിട്ട് പുറത്തേക്ക് വരുന്നതിന് അത്രയും അമ്മയോട്ട് അറ്റാച്ച്ഡ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കര ക്ലോസ് ആണ് അമ്മയായിട്ട്. നമ്മള്
എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അത് എത്ര വട്ടം തീരുമാനമായിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നിയാലും ഒരാളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്ന് ഉറപ്പുള്ളത് അമ്മയായിരിക്കും. പിന്നെ എനിക്ക് കഥകളൊക്കെ പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് കൂട്ടുകാരൊക്കെ ആയിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കഥ പറയാനൊക്കെ ഇഷ്ടമാണ്. അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അമ്മ ഭയങ്കര രസമായിട്ട് കഥകൾ പറയും. കഥകൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായ വിവരങ്ങൾ ചില സമയത്ത് ഈ പറയുന്ന കഥ ആരെ പറ്റിയാണോ പറയണത് അവരുടെ മോഡുലേഷൻ വരെ, ശബ്ദാനുകരണമല്ല ഞാൻ പറയുന്നത്, മോഡുലേഷൻ, നമുക്ക് അവരുടെ അവരുടെ ഒരു അംശം കിട്ടും നമുക്കത് അവര് പറയുന്നത് പോലെ തോന്നും. അപ്പൊ അങ്ങനത്തെ ചെറുപ്പം മുതലേ ഭയങ്കര അമ്മ, ഞാൻ ഇളയ മകനും കൂടെ ആയത് കാരണം കൊണ്ട് ഭയങ്കര അമ്മയുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു അടുപ്പ് കൂടുതൽ എന്തായാലും ഉണ്ടാവും. പിന്നെ ചില ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് വിചാരിക്കുന്നതാണ്. അമ്മ ഭയങ്കര എൻ്റെ കണ്ണിൽ ഭയങ്കര ഒരു, ഞങ്ങളിടയ്ക്ക് ഇതുപോലെ തന്നെ നമ്മൾ തമാശയായിട്ടൊക്കെ പറയണത് ഭയങ്കര ഒരു രൂപക്കൂടൊക്കെ പണിത് കൊടുത്തു കഴിഞ്ഞാൽ വിശുദ്ധമായിട്ട് പ്രഖ്യാപിക്കാം എന്നൊക്കെ പറയണ അത്രയും പാവവും അത്രയും നല്ല ആളുമാണ്. ഞാനും ഒരു മമ്മാസ് ബോയ് ആണ്. ഞാനും പണ്ട് തൊട്ട് മമ്മയായിട്ടാണ് കമ്പനി, കാര്യങ്ങൾ വിശ്വാസങ്ങളെല്ലാം പറയുക, കാര്യങ്ങൾ പപ്പയായിട്ട് മമ്മ ത്രൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മളുടെ ഫാമിലിയിലെ ഒരു റോക്കാണ് എന്നുവെച്ചാൽ മമ്മയാണ് നമ്മുടെ ഫാമിലി മൊത്തത്തിൽ പിടിച്ചു വെക്കുന്നൊരു ഗ്ലൂ. നമുക്കൊരു സമാധാനമാണ്. കാരണം ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലുണ്ടാവും, നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സ്ത്രീയാണ് മമ്മ. ഇപ്പോൾ വന്ന് നമ്മളിപ്പം വലുതാവും തോറും അതൊരു ഭയങ്കര ഒരു എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരുടെ ഇമോഷൻസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം പണ്ടൊക്കെ നമ്മളൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും പാറ പോലെ ഉറച്ചിരുന്ന വെച്ചിട്ടാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ട് ഇപ്പം സിനിമയുടെ കാര്യമൊന്നും എനിക്ക് അറിയാൻ പാടില്ല, നമുക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ അവിടെ മമ്മയുടെ പോയി ഷെയർ ചെയ്യാം. അപ്പോൾ മമ്മ അതിനേക്കാളും വലിയ ടെൻഷനായിട്ട് എൻ്റെ അടുത്ത് ഒന്നുമില്ലടാ നീ അടിപൊളിയാണ്. അപ്പൊ എനിക്ക് വിഷമവും. കാരണം നമ്മൾ ഇതിനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പാറ പോലെ ഇരിക്കുന്ന ഒരാളെ ചാരാൻ നോക്കുമ്പോഴത്തേക്കും പക്ഷെ അതിനൊരു ബ്യൂട്ടി ഉണ്ട്. നമുക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എപ്പോഴും നമുക്ക് അങ്ങനെ അവരെ ഒരു ഇമോഷണൽ ബേർഡൻ കൊടുക്കാനും പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവർക്കൊരു താങ്ങാവേണ്ടി, നമ്മളൊരു താങ്ങാവണം എന്ന് പറയുന്നൊരു അതൊരു ഗംഭീരമാണ്. അപ്പം അമ്മയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ എൻ്റെ എല്ലാം ഓ ചെയ്യുന്നത് ഞാൻ വാട്ട് എവർ ഐ ആം ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹർ. കാരണം പപ്പ ഞാൻ വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. കാരണം ചെറുപ്പത്തിൽ അതൊക്കെ വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു പാരന്റിങ് സ്റ്റൈലിലൊക്കെ വെച്ചിട്ട് വർക്ക് ലൈഫും ഫാമിലി ലൈഫും ബാലൻസ് ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പണ്ട് അങ്ങനെയൊന്നുമില്ല. പപ്പ വർക്ക് ലൈഫാണ്. പപ്പ പണിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ 1-2 ദിവസമൊക്കെ കാണാൻ പറ്റും. അതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ ഞാൻ വാട്ട് എവർ ഐ ആം ഇസ് ബിക്കോസ് ഓഫ് മൈ മദർ. നൈസ്, വെരി നൈസ്. ചെറിയൊരു സെഗ്മെന്റ്, ബാലൻസ് സെഗ്മെന്റ്. അപ്പൊ നിങ്ങള് ബാലന്മാരായിരുന്നപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഫസ്റ്റ് ചിദംബരം, ബാലനായിരുന്നപ്പോഴുള്ള ഒരു സ്കൂൾ മെമ്മറി. കുറെ സ്കൂളിൽ മാറി പഠിച്ചപ്പോൾ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂരേക്ക് മാറിപ്പോണ്ടി വന്നു. അപ്പം it was very hard for me because I had to lose a lot of friends, then I had to find a new batch of friends. So അതെനിക്കൊരു ഭയങ്കര ഒരു കോർ മെമ്മറി ആയിട്ട് ഫീൽ ചെയ്യാം. ഈ ഫ്രണ്ട്സിനെ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് യു ഹാവ് സോ മെനി ഫ്രണ്ട്സ്. അപ്പം ലൈക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചൂസ് ചെയ്യാൻ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ can you do that? I have a lot of friends. Like ഇപ്പം my brother itself is a very good friend of mine. And then there are a lot of other people. There is Kuku, there is Furoz, അങ്ങനെ കുറെ ആളുണ്ട്. കുക്കുതിൽ അഭിനയിച്ചിട്ടുണ്ട്. കുക്കുവിൽ അഭിനയിച്ചിട്ടുണ്ട്. കുക്കു എന്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. എന്റെ എല്ലാ കേസിനും 2 എവിടെ അടി ഉണ്ടായാലും എല്ലാത്തിനും. ഞാൻ സ്കൂളില് അത്യാവശ്യം ഒരു ഭയങ്കര അല്ല, ഞാൻ ഭയങ്കര ശാന്ത സ്വഭാവമായിട്ട് ഒരാളായിരുന്നു. കുറച്ച് അങ്ങനെ ഒരു ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ ഫോർമേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ആ സ്കൂളിലാണല്ലോ നമ്മൾ ഇത്രയും 12 വർഷം പഠിക്കുന്നത്. LKG UKG മുതൽ 10ാം ക്ലാസ് വരെ. ഒരു 6ാം ക്ലാസ്സൊക്കെ മുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ. അവരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. അവരുടെ ഇൻഫ്ലുവൻസ് ആണ് എന്നെ കുറച്ചും കൂടി ഒരു കേപ്പബിൾ ആയിട്ടുള്ള, ഇപ്പൊ എൻ്റെ ക്യാരക്ടർ ഫോർമേഷനിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളുകൾ മാറി പഠിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് 6ാം ക്ലാസ് തൊട്ട് ഒരു 3 കൊല്ലത്തേക്ക് ഞങ്ങൾ ഈ ക്ലാസ് റൂംസ് മറ്റേ ഷഫിൾ ചെയ്യും. ഷഫിൾ ചെയ്യും. ഇത് ഞങ്ങൾക്ക് ഷഫിൾ ചെയ്തില്ല. എന്തുകൊണ്ടോ അവർ ലേസി ചെയ്തുകൊണ്ടോ എന്തുകൊണ്ടോ അതുകൊണ്ടല്ല, അവർ ആ സമയത്ത് ഷഫിളിങ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും പഠിച്ചത് ഒരേ സെറ്റ് ഓഫ് ആൾക്കാരാണ്. ഇപ്പോഴും അവരായിട്ട് ഫ്രണ്ട്സ് ആകുന്ന വലിയ കാര്യമാണ്. അതിനേക്കാൾ മുമ്പേ ഞങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ഏറ്റവും ഒരു അത്രയും സ്ട്രോങ് ആവുന്നത് ആ സമയത്താണ്. ആ സമയത്ത് തന്നെയാണ് അത്രയും ശാന്ത സ്വഭാവമായിരുന്നു ഞാൻ കുറച്ചും കൂടെ ഒക്കെ ആക്റ്റീവ് ആയതും
ഒക്കെ അതാണ്. അപ്പൊ അത് ഇവരുടെ ഓരോരുത്തരുടെയും ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോഴും ദിവസേന എന്നോണം സംസാരിക്കുന്നത് ഇവരൊക്കെ തന്നെയായിട്ട് തന്നെ ഉള്ളൂ. വെരി നൈസ്. കാരണം ഇപ്പൊ പലരും പറയണിട്ടുണ്ട് പണ്ടൊക്കെ ഉണ്ടായ ആൾക്കാർ എവിടെയോ പോയി, ഇപ്പോഴുള്ള ആൾക്കാർ വരെ കൂടില്ല എന്ന് പറയണ കേട്ടിട്ടുണ്ട്. So അങ്ങനെ നോക്കുമ്പോ നമ്മളൊക്കെ ആ കാര്യത്തിൽ ഭയങ്കര ലക്കി. ഇന്നലെയും കൂടെ സംസാരിച്ചിട്ടുണ്ടാവും, ഇന്നും കൂടെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ആക്റ്റീവ് ആയിരിക്കും. ഫോണിൽ സംസാരിക്കൽ ഇന്നലെയും കൂടെ നമ്മൾ വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ കുറച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര അഹങ്കാരമുണ്ട് എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളുള്ളതിൽ. അടിപൊളി. തീർച്ചയായിട്ടും ഒരു ബാലനായിരിക്കുമ്പോഴുള്ള സ്കൂൾ മെമ്മറി. സ്കൂള് എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ സ്കൂളില് എനിക്ക് ഒരു ചെറുപ്പം തൊട്ടേ സ്കൂളിൽ ഹിറ്റായിരുന്നു. നമുക്ക് നമ്മുടെ ഗ്യാങ് ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മളെല്ലാവരും ഈ നാടകവും സ്പോർട്സും പരിപാടികളൊക്കെ ആയിട്ട് സ്കൂളിൽ ഭയങ്കര ഇതായിരുന്നു. പിന്നെ നമ്മുടെ കുറെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള കുറെ നല്ല ടീച്ചേഴ്സ്. അതായത് നമ്മുടെ പ്രിൻസിപ്പൾ പിന്നീടൊക്കെ മാറി. ഇപ്പം പക്ഷെ ഞങ്ങളുണ്ടായിരുന്ന സമയത്ത് ലതാംസ് പ്രിൻസിപ്പളൊക്കെ ഗംഭീര ടീച്ചേഴ്സ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ടീച്ചർന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് നമ്മളെല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു തല്ലിപ്പൊളികളൊന്നും ആയിരുന്നില്ല. സംഭവം തമാശകളൊക്കെ പറയുന്നത് നല്ല തമാശകൾ പറയാ, നല്ല എല്ലാ സ്കൂളിന്റെ ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിച്ചുണ്ടാവുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയായിരുന്നു. സ്കൂൾ ഓർമ്മ അടിപൊളിയാണ്. ഒരു വല്ലാത്ത ഓർമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും നാടകത്തിലുണ്ടാവുമ്പം നമുക്ക് ഈ ഡയറക്ഷൻ സൈഡും പുറകിലത്തെ പരിപാടികളും ഓണായതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു നല്ല വേഷം കിട്ടത്തില്ല. അതെന്നും മാത്സിന് മിടുക്കനായിരുന്നൊരു പയ്യനുണ്ട്. അത് നന്നായിട്ട് അഭിനയിക്കും കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനെന്നും മെയിൻ. അപ്പൊ നമ്മൾ എന്തെങ്കിലും വിചാരിക്കും ഒരു മെയിൻ കിട്ടിയെങ്കിൽ നല്ലായിരുന്നു. പക്ഷെ അത് ഒരിക്കലും കിട്ടത്തില്ല. നമുക്ക് എന്തെങ്കിലും പടയാളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ, കാരണം ഇത് എടുത്തു വെക്കണം, ബാക്കിലെ കാര്യങ്ങൾ നോക്കണം, പെട്ടെന്ന് വന്നു പോണം. എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം എന്റെ അങ്ങനെ ഒരു ഡയറക്ടർ ആവാനായിട്ട് ഷേർലി മിസ് എന്റെ ഡ്രാമാറ്റിക്സ് ടീച്ചർ, രമ മിസ് എന്നൊക്കെ പറഞ്ഞ ടീച്ചറൊക്കെ ഒരുപാട് നമ്മള് ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരാൻ സാധിച്ചിട്ടില്ലെങ്കിലും പിന്നിലേക്ക് തള്ളി സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട് ഡയറക്ഷൻ കാര്യമായിട്ടുള്ള. അങ്ങനെ ഞാനിപ്പോ പടത്തിലൊക്കെ അഭിനയിക്കുമ്പോ ഞാൻ ആലോചിക്കും ആ അഭിനയിച്ച തെണ്ടി ഇത് കാണുന്നുണ്ടാവും. അങ്ങനെ നല്ലൊരു ബാലനായിരിക്കുമ്പോ നിങ്ങൾ കണ്ടൊരു സിനിമയുടെ മെമ്മറി ഉണ്ടോ? ഞാനത് എപ്പോഴും എൻ്റെ മകനെ പറ്റി ഇപ്പം നമ്മൾ ഈ സിനിമകൾ കാണുമ്പോഴത്തേക്കും ഈ ഏജ് റെസ്ട്രിക്ഷൻസ് പരിപാടികളൊക്കെ സംസാരിക്കും. ഞാൻ എൻ്റെ ചെറുപ്പത്തില് വളരെ കുഞ്ഞിലോട്ട് എനിക്ക് കണ്ടോ ജെയിംസ് ബോണ്ടൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പം ബേസിക്കലി എന്തെങ്കിലും കിസ്സോ പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് കണ്ണ് പൊത്താൻ പറയും. പക്ഷെ നമ്മളെ കണ്ണ് പൊത്തും സിൻസിയർ ആയിട്ട് തന്നെ. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഈ സിനിമ എക്സ്പോഷർ പണ്ട് തൊട്ടേ ഉണ്ട്. അതായത് ഇപ്പം ടൈറ്റാനിക് കണ്ടിട്ടുണ്ട്, ഈ ജെയിംസ് ബോണ്ട് കണ്ടിട്ടുണ്ട്, ഈ വക സിനിമ ഇപ്പം അതെല്ലാം കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരു വീട്ടില് നമുക്കൊരു ഏജ് ലിമിറ്റ്. ടൈറ്റാനിക് ഒക്കെ ഇറങ്ങിയ സമയത്ത് സംഭവം ടൈറ്റാനിക് കണ്ടവനൊക്കെ ക്ലാസ്സിലെ സ്റ്റാർ ആണ്. പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റും. എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ എന്റെ വീടിന്റെ ഫ്ലാറ്റിലെ താഴത്തെ ആന്റിയുടെയിലാണ് VCR. അപ്പൊ ആന്റി തോർത്തും പിടിച്ചിരിക്കും സീൻ വന്ന് അപ്പം അങ്ങനെയല്ല കറക്റ്റ്. അതെന്തിലും അങ്ങനത്തെ എന്തെങ്കിലും കിസ്സിംഗ് സീനെ കാണുമ്പോഴേക്കും ആരെങ്കിലും കയറി വരണം. പക്ഷെ എന്റെ വീട്ടില് ആ പെയിന്റിങ്ങിനൊന്നും എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടായില്ല. അതായത് അത് ഒരു ഫോമല്ലേ, പപ്പ സിനിമാക്കാരനല്ലേ, അത് സിനിമയല്ലേ, അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം. അപ്പം അങ്ങനെ ഒരു ഇപ്പൊ എന്റെ മകനും ചൈൽഡ് സർവീസ് അറസ്റ്റ് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര റെസ്പെക്ട് ചെയ്യാത്തൊന്നുമില്ല. ഞാൻ ഇപ്പം അവൻ അത്യാവശ്യം ചെറിയ ചെറിയ പരിപാടികളൊക്കെ കാണുന്ന ഗോറും പരിപാടികളൊക്കെ ഇപ്പൊ എല്ലാത്തിലും ഉണ്ടല്ലോ. പക്ഷെ അവനും അത് കണ്ടു വളർന്നാലല്ലേ അവന് നേരത്തെ ഒരു എക്സ്പോഷർ കിട്ടത്തുള്ളൂ. പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവൻ തന്നെ മാറ്റും. പക്ഷെ എന്നാലും അങ്ങനെ സിനിമ വയസ്സ് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അല്ല എനിക്ക് സിനിമകൾ എന്ന് വെച്ചാൽ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ പോയിട്ട് എനിക്ക് കണ്ട ഭയങ്കര കോർ മെമ്മറികൾ മണിച്ചിത്രത്താഴാണ്. അത് പിന്നെ കുറച്ച് നാളത്തേക്ക് ഇരുട്ടത്തൊക്കെ നടക്കാൻ പേടിയായിരുന്നു. ഈ നാഗവല്ലി ഭയങ്കര ടൺ ശബ്ദം കേട്ടാലേ നമ്മള്. അതല്ലാതെ ഞങ്ങളുടെ വീട്ടിലങ്ങനെ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഭയങ്കര സിനിമ കാണുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ നമ്മളുടെ ഫാമിലിയിൽ ആരെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാരെ മൊത്തം സിനിമയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്വം. അതങ്ങനെ ഒരു കസ്റ്റം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാരെ മൊത്തം കൊണ്ട് ഫുൾ ടീം പോയി സിനിമ അങ്ങനെ ഉണ്ടായിരുന്നു. അതെ തീർച്ചയായും. പിന്നെ അത് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഈ പറഞ്ഞ ട്രഡീഷൻ പോലെ തന്നെയായിരുന്നു. അതുപോലെ വീട്ടിലാണെങ്കിലും അപ്പനും അമ്മയൊക്കെ വെച്ചാൽ ഞാനും ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇവരെല്ലാ ആഴ്ചയും എന്റെ വീടിന്റെ ചുറ്റും തിയേറ്ററുകളുണ്ട്. ഇരിങ്ങാലക്കുട കുറെ തിയേറ്ററുകളുള്ള സ്ഥലമാണ്. അത് പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ ഇവര് എല്ലാ ആഴ്ചയും ഇറങ്ങുന്ന സിനിമകളെല്ലാം പോയി സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പല
ഇന്നത്തെക്കാളും കൂടുതൽ സിനിമകൾ അന്ന് ഇറങ്ങും. ഓക്കെ. പല ഭാഷകളിലുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞങ്ങൾ ഈ പിള്ളേരായി കഴിഞ്ഞിട്ട് ടോഡ്ലേഴ്സിനെ കൊണ്ട് സിനിമയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ടിലാണ് ഇവർ അത് മാറ്റി. അപ്പോൾ അന്നൊരു വീഡിയോ കാസറ്റ് പ്ലെയർ, ഒരു VCP മേടിച്ച്. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിലൊരു വീഡിയോ കാസറ്റ് പ്ലെയർ ഉണ്ട്. അപ്പോൾ VCPയിൽ ആ വീഡിയോ കാസറ്റുകൾ വെള്ളിയാഴ്ച എടുക്കുള്ളൂ. കാര്യം ഇപ്പോൾ ശനി ഞായറും അവധി കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച തിരിച്ചു കൊടുത്താൽ മതിയല്ലോ, ഒരു ദിവസത്തെ പൈസ തന്നെ കൊടുത്താലോ. അപ്പോൾ വെച്ചാൽ ആദ്യത്തെ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങൾ 5 പേരും കൂടെ, അപ്പനമ്മ, ചേച്ചി, ചേട്ടൻ, ഞാൻ അങ്ങനെ ഇരുന്ന് കാണും. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനും ചേട്ടനും കൂടെ വീണ്ടും കാണും. ഇത് കണ്ടത് തന്നെ വീണ്ടും കാണും. ചിലപ്പോ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ നമ്മൾ സെയിം കണ്ടതിന് പിന്നെ കാണും. ഇത് എല്ലാ ആഴ്ചയും, പരീക്ഷാ സമയം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ആഴ്ചയിലും വീക്കെൻഡ് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സിനിമയോടുള്ള ഇഷ്ടം ഉണ്ടായത് അവിടെ നിന്നൊക്കെ ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. അത് എല്ലാ ആഴ്ചയും എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സിനിമ ഞാൻ കണ്ടിട്ടുണ്ടാവും. അടിപൊളി. സിനിമ ഇപ്പം ഇതുപോലെ മണിച്ചത്താഴ് ഇതുപോലെ തിയേറ്ററിൽ പോയി കണ്ടതിരിക്കും നല്ല ഓർമ്മയുണ്ട്. അനിയത്തെ പ്രാവ് തിയേറ്ററിൽ പോയി കണ്ടതായിരിക്കും. ഞാനും പോയി കണ്ടിട്ടുണ്ട്. ചാക്കോച്ചൻ അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. അതേപോലെ ആ സമയത്ത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തോടെ ടെർമിനേറ്റർ 2 ഇറങ്ങി. ടെർമിനേറ്റർ പോലെ നടക്കുക, നടക്കുക, തിരിയാ, അങ്ങനെ അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ എനിക്ക് അച്ഛൻ സിനിമ, അച്ഛൻ അസോസിയേറ്റ് ഡയറക്ടറും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ അച്ഛൻ TV സെന്റർ അസോസിയേറ്റ്. അപ്പൊ അങ്ങനെ കുറെ ഒന്നും മനസ്സിലാവാത്ത കുറെ സിനിമകൾ, കാഞ്ചന ചെയ്ത അങ്ങനത്തെ കുറെ അന്ന് ചെറുതായി കണ്ട എനിക്ക് ഓർമ്മ. ഒന്നും മനസ്സിലാ. അച്ഛൻ്റെ കൂടെ പോവും, അപ്പൊ ഇങ്ങനെ റിവ്യൂനൊക്കെ പോവും. ഡാനി കണ്ടത് ഓർമ്മയുണ്ട്, സൂസന്നെ കണ്ടത് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ അന്ന് പ്രായത്തിൽ ഒന്നും മനസ്സിലാവും. നമ്മളെ കാണും നമ്മുടെ മനസ്സിൽ കാണും വലിയ തീമുകളാണ് അപ്പുറത്തിൽ. അങ്ങനത്തെ കുറെ പടങ്ങൾ എക്സ്പോസ് ആയിരുന്നു. പക്ഷെ ഒന്നും മനസ്സിലായിട്ടില്ല. വെറുതെ അച്ഛനോട് പോയിരുന്ന് കാണുമ്പോൾ. പക്ഷെ അതൊക്കെ സിനിമയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലും സിനിമയോടുള്ള ഒരു സത്യം, അതൊക്കെ സബ് കോൺഷ്യസ്ലിയെങ്കിലും തീർച്ചയായും സ്റ്റാർഡത്തിന്റെ ഒരു പവർ ഒക്കെ റിയലൈസ് ചെയ്തൊരു മൊമെന്റ് ഉണ്ട്. ഞാന് പടയപ്പ ചെന്നൈയിൽ പോയി കണ്ടിട്ടുണ്ട് റിലീസ് ഡേ. നമുക്ക് ഒന്നാമത് ഈ സിനിമ, ഈ നെപ്പോ കിഡ്സിന് ഈ അപ്പന്മാരുടെയോ സിനിമ സ്റ്റാർസിന്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. നമുക്കിപ്പോ അത് വലിയ സിനിമ, ഇത് നിറച്ചാള് ഇതൊരാളെ കാണാൻ വേണ്ടി വരുന്ന സൂപ്പർ സ്റ്റാർ രജനി എന്ന് എഴുതി കാണിക്കുമ്പോ ബഹളം, തിയേറ്റർ മൊത്തം കുലുങ്ങുന്നു. അവിടെ പ്രൊജക്ടർ കൊണ്ടിട്ട് ഫിലിം അങ്ങ് കത്തിപ്പോയി. സൂപ്പർ സ്റ്റാർ രജനി എന്ന് എഴുതിയെടുത്ത് പിന്നുണ്ടായ ഒച്ച, അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. തിയേറ്റർ പൊളിയോ, ഇപ്പൊ എല്ലാരും കൂടി ചത്തുപോകും, ആ ഒരു ഫീൽ ആയിരുന്നു. അത് നമുക്കപ്പോ ഒരു സ്റ്റാറിന്റെ ഒരു പവറ്. അത് കഴിഞ്ഞാൽ പടം ഒന്നും കൂടി അവർ ഒട്ടിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ഒട്ടിച്ച് അത് ഇട്ട് കായടി ബഹളം, അത് ഭയങ്കര ഒരു മെസ്മറൈസിംഗ് ആണ്. നമുക്കത് ആ ലോകത്തിനോടൊരു വാവ്. അതെ, ആ ഒരു സംഭവം തോന്നി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ സെഗ്മെന്റില്. നിങ്ങളുടെ ബാലനായ ആ ഒരു സമയം ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇതിൽ നമ്മുടെ ബാലൻ എത്ര വയസ്സുണ്ട്? 6, 7. അത് ഭയങ്കര ഒരു 15 വയസ്സുള്ള ബാലൻസ്. അപ്പത്തേക്കും പയ്യനായില്ലേ? അപ്പൊ ബാലൻ ഒരു 10 വയസ്സ് ബാലനല്ലേ? ഓക്കെ, 10 വയസ്സ് ബാലൻ ചിദംബരനോട് ഇപ്പൊ എന്ത് പറയും? ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. കുറെ കാര്യം പറയാനുണ്ട്. ഒന്നുമില്ല, ലൈക്ക് ഡോണ്ട് സേ ഡു ആസ് യു ഡു, ലൈക്ക് മാറ്റാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ട്രാക്കിൽ കൂടെയാണ് പോണേന്ന് പറയും. ഇത് എന്തെങ്കിലും ട്രാക്ക് മാറിപ്പോയപ്പോൾ ചിലപ്പോൾ ഈ ട്രാക്കിൽ എത്തിയില്ലെങ്കിൽ ലൈക്ക് എവറിത്തിങ് ഇറ്റ്സ് ദേർസ് കോൾഡ് ബട്ടർഫ്ലൈ എഫക്ട്. അതൊന്നും പറയല്ലേ, വെറുതെ ദൂരെ നിന്നിട്ട് അങ്ങ് മാറിപ്പോയിക്കോളും. ഒന്നും പറയാനില്ല. അപ്പൊ എന്തെങ്കിലും ചിലപ്പോ ചെയ്തത് എടാ അങ്ങനെ ചെയ്യരുതായിരുന്നു കേട്ടോ, അപ്പൊ അങ്ങനെ ചോദിച്ചേണ്ട അങ്ങനെയല്ല. അല്ലല്ല, കറക്റ്റാണ്, അങ്ങനെ തന്നെ. അത് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എനിക്ക് ഇഷ്ടമാണ്, വലിയ കുഴപ്പമില്ല, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ ഈ ചെറുപ്പത്തില് ഉള്ളവരോട് ഒരുപാട് സംസാരിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഈ വലുതാവുമ്പോ താൻ സമയാസമയങ്ങളിൽ പഠിച്ച് മനസ്സിലായിക്കോളും. ഞാനൊരു ബാഡ് ഇൻഫ്ലുവൻസ് ഞാൻ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറയും. കാരണം ഞാൻ സിനിമയിലേക്ക് വരുമ്പം ബീയിങ് എൻ നെപ്പോ വാസ് നോട്ട് സച്ച് എ ബാഡ് തിങ്. ഇപ്പം സത്യം പറഞ്ഞ ഡോക്ടറിന്റെ മകനായതുകൊണ്ട് എന്നെ ഡോക്ടറാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആരും ക്ലിനിക്കിലേക്ക് വരാത്തൊരവസ്ഥ ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ്. പക്ഷെ എനിവേസ് ഞാൻ ചില സമയത്തിരുന്ന് ആലോചിക്കും, പണ്ടാറണങ്ങാനായിട്ട് വല്ല ജോലിക്കും പോയാൽ മതിയായിരുന്നു സീരിയസ്ലി. കാരണം നമ്മൾ ഇതിന്റെ ഒരു ഫെയിമോ അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല സിനിമയിലേക്ക് വരുന്നത്. അതത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു രസത്തിനും അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് എന്നെ സത്യത്തിൽ സിനിമയിൽ നിർത്തുന്നത്. ചിലപ്പം അതൊരു നെപ്പോ ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഞാൻ അങ്ങനെ ഒരു മറ്റേ വെള്ളിത്തിര സ്വപ്നം കണ്ടിട്ട് വന്ന ആളൊന്നുമല്ല. എനിക്കത് ചെയ്തപ്പം അപ്രീസിയേഷൻ കിട്ടി തുടങ്ങിയപ്പം സത്യം പറഞ്ഞാൽ പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരു പയ്യന്
നല്ല കുറച്ച് കമന്റുകൾ കിട്ടുമ്പോൾ, അതായത് നീ കൊള്ളാടാന്ന് പറയുമ്പോൾ കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ആണ് എന്നെ സിനിമയിൽ എത്തിച്ചത്. അപ്പം എനിക്കിപ്പം ചെയ്യാൻ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ എക്സ്പ്രഷനാണ്. അപ്പം ഇത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് അവര് എക്സ്പെക്ടേഷനോടൊത്ത് വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ടാർണിഷ് ചെയ്യുന്നൊരു സ്വഭാവം I don't think it's very healthy. അപ്പം ഒരു ഓൾറെഡി തോറ്റു നിൽക്കുന്നവന്റെ തല കയറി നിരങ്ങ എന്ന് പറയുന്ന ഒരു പരിപാടി ഭയങ്കര നമ്മളൊരു പരീക്ഷയെ തോറ്റിരിക്കുന്ന ഒരു കുട്ടി നമ്മൾ കളിയാക്കും. അപ്പം ഇല്ല. ഗ്രാജുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിക്ക് പോകാമായിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പം അതുണ്ടെങ്കിൽ ഒരു ബാക്കിംഗ് ആയിരുന്നു നമുക്ക്. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു പയ്യനാണെങ്കിൽ ഞാൻ പറയും ഉറപ്പായിട്ടും പഠിത്തം കംപ്ലീറ്റ് ചെയ്യുക. അത് ഞാൻ ഇപ്പോഴും അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരോടും അഭിനയിക്കാൻ പറ്റുന്നവരോടും ഒക്കെ ഞാൻ പറയാം. എല്ലാവരും പറയാം, ചേട്ടാ എൻ്റെ ലൈഫ് മൊത്തം കളഞ്ഞ് ഞാൻ ഇവിടെ വന്ന് എറണാകുളത്ത് കിടക്കുക. നീ എന്തിനാ ലൈഫ് മൊത്തം കളയണേ? അത് പരിപാടി നോക്കി നിങ്ങളുടെ ലൈഫ് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വരാനുള്ളതാണെങ്കിൽ അതിലേക്ക് തന്നെ വരും. അപ്പം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ ഇല്ലാതെ ഒന്നുമില്ല. ഒരു പ്ലാൻ ബി അവിടെ വെച്ചേക്കാന്നല്ലേ? പ്ലാൻ ബി അല്ല, അതാണ് പ്ലാൻ എ. ഇത് നമുക്ക് ഇഫ് യു ആർ ലക്കി, ഇഫ് പീപ്പിൾ ലൈക്ക് യു, ഇതൊന്നും ഒരു ഫാക്ടർ ഒന്നും അല്ല. ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സ് ആയവരും ഡയറക്ടേഴ്സ് ആയവരും എന്തുകൊണ്ട് അവിടെ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദർ ബെറ്റർ ദൻ എനിബഡി ഓർ നോട്ട് ബിക്കോസ് അങ്ങനെയൊന്നുമല്ല. അത് ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച്. ഇപ്പം ഹാർഡ് വർക്ക് വേണം, നമുക്ക് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് വേണം, നമുക്ക് കഴിവ് വേണം, സമയം നന്നാവണം, നമുക്ക് പനി പിടിക്കരുത്, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മളൊരു ഈ ആക്ടർ എന്ന് പറയുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതൊരു ലോട്ടറി അടിക്കുന്ന പോലെ വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അങ്ങോട്ട് വരുമ്പം വീഴാൻ റെഡി ആയിട്ട് വരിക. വീഴുമ്പം നമ്മളെ വിശ്വസിച്ചിട്ടുള്ള നമ്മുടെ ഫാമിലി അവർ സ്ട്രഗിൾ ചെയ്യരുത്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ഈ പറഞ്ഞ നമ്മുടെ ബാലൻ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി നമ്മൾ നമ്മുടെയൊക്കെ ബാലന്മാരുടെ കഥയിലേക്ക് വരെ എത്തി. ഇപ്പൊ അതേ തിയേറ്റേഴ്സിൽ നമ്മുടെ ബാലൻ എത്തിയേക്കാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല റിവ്യൂസ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ ഇനി പടം ഇങ്ങനെ തൂക്കട്ടെ, മഞ്ഞുമല് സീൻ തൂക്കിയ പോലെ, അതുപോലെ ജാനവൻ തൂക്കിയ പോലെ നമ്മുടെ ബാലനും തൂക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.